ഈ ചില സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമുക്ക് സാധാരണ പല ആളുകളും ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ മരുന്ന് കുടിച്ചൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ചില സിംറ്റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നത് നിങ്ങൾക്കൊന്ന് ഒരു പ്രേക്ഷകരോട് എന്താണ് പറയാൻ പറ്റും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഡോക്ടർ മുസ്തഫ നിങ്ങൾ പറഞ്ഞത്. സോ ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പബ്ലിക് അറിയേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ഈ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതുവരെ അനുഭവിക്കാത്തൊരു പുതിയൊരു സിംറ്റം, ന്യൂ സിംറ്റം, ഒരു പുതിയൊരു ലക്ഷണം, അതായത് നെഞ്ചത്തോ ഒരു വയറ്റിലോ വേറെ ഒരു പുതിയൊരു സിംറ്റം ആണെങ്കിൽ അതൊരു കടുപ്പത്തിൻ്റെ ഒരു സിവിയറിറ്റി, മീഡിയം, മോഡറേറ്റ് എന്താവട്ടെ, അങ്ങനെ ഒരു സിംറ്റംസ്. അത് ചില ആൾക്കാർ ഇപ്പം നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി നെഞ്ച് വേദന ഉണ്ടാവാം, നെഞ്ചിന് ഭാരം തോന്നാം, വേർപ്പ് ഉണ്ടാവാം, നെഞ്ഞെരിച്ചിൽ പോലും ഉണ്ടാവാം. പക്ഷെ നെഞ്ഞെരിച്ചിലാണെങ്കിലും ഇയാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഗ്യാസിന് പ്രശ്നമോ ഗ്യാസ്ട്രൈറ്റിസോ ആസിഡിറ്റി ഉണ്ടാവാറില്ല. ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് അനുഭവിക്കുകയാണ്. അപ്പോൾ ഐ തിങ്ക് പെട്ടെന്ന് ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ അടുത്ത് എത്തണം, പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ എത്തണം, ഒരു ECG എടുക്കാം, ഒരു ഡോക്ടറെ കാണാം, ഒരു ഫിസിഷ്യനെ കാണാം. അങ്ങനെ നമുക്ക് ബേസിക്കായിട്ട് ഇന്നത്തെ കാലത്ത് കുറേ ടെസ്റ്റുകളുണ്ട്. ഒരു ECG എടുക്കാം, ഒരു ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ട്രോപ്പോണിൻ പോലത്തെ ഒരു ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ആ ഒരു സിംറ്റമായി എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് മറ്റേതിനിങ്ങനെ മിമിക് ചെയ്യാൻ കുറേ സംഗതികളുണ്ട്. ചെസ്റ്റ് പെയിൻ മസ്കുലർ ആവാം, ന്യൂറോജനിക് ആവാം. സോ യൂഷ്വലി നമ്മൾ പബ്ലിക് അടുത്ത് പറയേണ്ട കാര്യം ന്യൂ ഓൺസെറ്റ് ആയിട്ട് പുതിയതായിട്ടൊരു സിംറ്റം വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇതുവരെ നമുക്ക് ഉണ്ടാവാത്ത ഒരു ഗ്യാസ് ഇന്ന് പെട്ടെന്ന് എന്തുകൊണ്ടുണ്ടായി, അത് ചിലപ്പോൾ ഗ്യാസ് ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ള ഒരു പോയിന്റാണത്. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ ഒരു ഗ്യാസിൻ്റെ സിംറ്റം വന്ന് നമ്മൾ സാധാരണ ഇപ്പോൾ വീട്ടിലൊരു ജലൂസിൽ കുടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചു, എന്നിട്ടും അത് റിലീവ് ആകുന്നില്ലെങ്കിൽ അതിലൊരു അപകടമുണ്ട് എന്നുള്ള ഒരു സൂചന നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഗോൾഡൻ അവർ എന്നുള്ളത്, ഈ ടൈം വളരെ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ ടൈം മീൻ മസിൽ എന്നാണ് ഞങ്ങൾ പറയാം. ആ ഒരു ഗോൾഡൻ അവറിനെ കുറിച്ച് ഒന്ന് പറയാം. ഹാർട്ട് അറ്റാക്ക്, ഇപ്പം ചെസ്റ്റ് പെയിൻ പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ 6 മാസമായിട്ട് നെഞ്ഞുവേദന ഉണ്ട്. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു ഹൃദയാഘാതം എന്ന് പറയുന്നത് വെച്ചാൽ മെയിൻ ഹാർട്ടിൻ്റെ നമുക്ക് 3 രക്തധമനികളുണ്ട്. മെയിൻ ആയിട്ടുള്ള രക്തധമനി അടഞ്ഞു പോവുകയാണ് ഈ ഉള്ളിലുണ്ടാവുന്ന ഒരു കാരണം, ഹാർട്ട് അറ്റാക്കിന് കാരണം. വൺസ് ദാറ്റ് ഹാപ്പൻസ്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ രക്തക്കുഴൽ, ആ രക്തധമനി തുറക്കണം എന്നാണ് ആ ഹാർട്ട് മസിൽ തിരിച്ച് നോർമൽസിയിലോട്ട് വരാൻ സാധിക്കുന്ന ഒരു സംഗതി. സോ ടൈം ഇസ് മസിൽ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ ഈച്ച് മിനിറ്റ് മില്യൺസ് ഓഫ് ഹാർട്ടിൻ്റെ മസിലാണ് നഷ്ടപ്പെടുന്നത്, നെക്രോസിസ് അടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഹാർട്ട് അസോസിയേഷൻ നിയമങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വിത്തിൻ ദ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ് തന്നെ, ഇപ്പോൾ ഫസ്റ്റ് അവറിൻ്റെ ഉള്ളിൽ എത്തുകയാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ വിത്തിൻ 60 to 90 മിനിറ്റ്സ്, 1-1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ കാത്ത് ലാബിൽ എത്തുക, ആൻജിയോഗ്രാം ചെയ്യുക, ആ കൾപ്രിറ്റ് വെസൽ, അതായത് രക്തക്കോയിൽ, അടഞ്ഞ രക്തക്കോയിൽ കണ്ടുപിടിച്ച് അത് തുറക്കുക എന്നാണ്. അങ്ങനെ ആ ഒരു സിസ്റ്റം ഫുൾ റെഡി ആവുകയാണെങ്കിൽ ആ രോഗിക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പെർമനൻറ്റ് സൈഡ് ഇഫക്ട്സ്, അതായത് പെർമനൻറ്റ് ഡാമേജും ഹാർട്ട് ഫെയിൽ, ഭാവിയിൽ ഹൃദയപരാജയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സംഗതിയാണ്. സോ ഫോർ ദാറ്റ് ദ ഹോൾ സിസ്റ്റം റെഡി ആവണം. അതായത് പബ്ലിക് അറിയണം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം, ആംബുലൻസ് സർവീസസ് ഉണ്ടാവണം, എങ്ങോട്ട് പോകണം എന്നറിയണം, ഹോസ്പിറ്റൽ ഷുഡ് ബി റെഡി, ആൻഡ് എന്നാൽ മാത്രമേ ഈ ഒരു ഫുൾ ചെയിൻ റെഡി ആവും. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം ഈ ഹാർട്ട് അറ്റാക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞങ്ങൾ അതിന് ഗോൾഡൻ അവർ എന്ന് പറയാം. ആദ്യത്തെ 1 മണിക്കൂറിൽ ഹോസ്പിറ്റലിൽ എത്തി നമുക്ക് പെട്ടെന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഹൃദയത്തിന് ഒരു ഡാമേജും ഇല്ലാതെ കംപ്ലീറ്റ് റിക്കവറി കിട്ടുന്നതിനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ് അതിന് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അതിനെ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഓരോരോ മിനിറ്റിലും കുറച്ച് മസിലുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ഗ്യാസിൻ്റെ ചികിത്സ ഒരു ദിവസം ചെയ്ത് അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തുന്നതുണ്ടെങ്കിൽ അന്നും കാർഡിയോളജിസ്റ്റ്, ഇപ്പോൾ ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തും. പക്ഷേ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ അവരുടെ മസിൽ വന്നിട്ട് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് കുറച്ച് വരും. അപ്പോൾ പിന്നീട് ഒരിക്കലും ആ ഹൃദയത്തിന് ആ ഒറിജിനൽ കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കിനോട് എപ്പോഴും ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ സമയം വൈകിക്കരുത്. ഇനി ഒരു ഹൃദ്രോഗ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാനുള്ള സാഹചര്യമില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് തൊട്ടടുത്ത ക്ലിനിക്കിൽ പോയിട്ട് ഒരു ECG എങ്കിലും എടുത്തു നോക്കണം. ഹാർട്ട് അറ്റാക്ക് ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഹാർട്ട് അറ്റാക്കിന് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളൊരു വലിയ മെസ്സേജാണ് പബ്ലിക്കിന് ഈ ലോക ഹൃദയ ദിനത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത്. വേറെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന്
കേരളത്തിൻ്റെ ഏത് മുക്കിൽ നിന്നും ഏത് മൂലയിൽ നിന്നും, അത് നമ്മൾ വയനാടിൻ്റെ കാട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇടുക്കിയിലായിക്കോട്ടെ, വേറെ ഏതെങ്കിലും മൂന്നാറിൻ്റെ മലയുടെ മുകളിലായിക്കോട്ടെ, ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഗോൾഡൻ ഹവറിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സംവിധാനമുള്ള ഹോസ്പിറ്റലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ലോകത്ത് ഞാൻ പറയും, ആക്ച്വലി ഈ യൂറോപ്പിലോ അമേരിക്കയിലോ പോലും ഇത്രത്തോളം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് സംവിധാനം ഉള്ള സ്ഥലങ്ങളില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പ്രൈമറി അല്ലെങ്കിൽ എമർജൻസി ഹാർട്ട് കെയർ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ന് ഈ കോഴിക്കോട്ട് തന്നെ എത്രയോ സെൻറ്റേഴ്സിൽ നമുക്ക് ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും.